Welcome to Mathematical Methods class, Mathematical Methods in Physics 1. And this is class number MM30, Schmidt Orthogonalization. Schmidt Orthogonalization, SCHMIDT. Schmidt Orthogonalization, that is for MSc Physics, Mathematical Methods. So what is the meaning of Schmidt orthogonalization? ഇപ്പോൾ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുന്നത് ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അത് ഗ്രാം ഷ്മിറ്റ് എഴുതിയ ഒരു പ്രത്യേക തിയറിയാണ്. അതിങ്ങനെയാണ്: ദി ഗ്രാം ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ഓഫൺ സിംപ്ലി കോൾഡ് ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ. ഗ്രാം ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ എന്നാണ് ഇതിൻ്റെ പേര്, പ്രോസസ്സ്. പക്ഷേ അതിനെ സിംപ്ലി ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ എന്ന് പറയും. ഇറ്റ് ഇസ് എ പ്രോസസ്, ഇറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ അൽഗോരിതം ഇൻ ലീനിയർ ആൾജിബ്ര. ഈ ലീനിയർ ആൾജിബ്രയിലെ ഒരു സിസ്റ്റം, സ്റ്റെപ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് എ കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഫോർ ട്രാൻസ്ഫോമിംഗ് എ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻറ്റു ആൻ ഓർത്തോഗണൽ സെറ്റ് ഓർ ഈവൻ ആൻ ഓർത്തോനോർമൽ സെറ്റ് ദാറ്റ് സ്പാൻസ് ദ സെയിം സബ് സ്പേസ്. ഇപ്പോൾ ഇത് വെക്ടർ സ്പേസിലെ ഒരു കാര്യമാണ്, ഒരു സബ് സ്പേസിലെ ഒരു കാര്യമാണ്. അവിടെ ഈ വെക്ടറിനെ എങ്ങനെ ഓർത്തോണൽ വെക്ടേഴ്സ് ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഓർത്തോനോർമലാക്കാം, ഓർത്തോനോർമൽ സെറ്റാക്കാം എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ. വെക്ടർ സ്പേസിൽ വെക്ടറിനെ എങ്ങനെ ഓർത്തോഗണലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഓർത്തോനോർമലൈസ് ചെയ്യാം. What are orthogonal vectors? What are orthonormal vectors that you have studied, functions we have studied? And that is a process, Schmidt orthogonalization. What are the core concepts? ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഷോർട്ട് ആൻസർ പോലെ ഇവിടെയും വരുന്നുണ്ട്. നേരത്തെ പ്രത്യേക ഹെഡിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു മെമ്മറിക്ക് വേണ്ടി. ആദ്യം നമ്മൾ പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, IPS. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതായി. IPS, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ദ ഗ്രാം ഷ്മിറ്റ് പ്രോസസ് ഓപ്പറേറ്റ്സ് ഇൻ ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിച്ച് ഈസ് എ വെക്ടർ സ്പേസ് equipped with inner product, a generalization of the dot product. The inner product allows us to define concepts like length, norm and angle. Orthogonality. Orthogonality means 90 degree perpendicularity ആണ്. ഈ വെക്ടറിൻ്റെ നോമും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഓർത്തോഗണാലിറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് പറയും. അവിടെയാണ് ഈ ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ വരുന്നത്. സോ വാട്ട് ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ്? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ വെക്ടേഴ്സ്. ദ ടു വെക്ടേഴ്സ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ. വെക്ടർ സിമ്പിൾ കൊടുക്കുക, മുകളിൽ ബാർ വരയ്ക്കണം. ടു വെക്ടേഴ്സ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ if their inner product is 0, that is inner product, the symbol you remember, inner product u comma v in a distorted bracket, u comma v is equal to 0. Geometrically it means they are perpendicular. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റിൻ്റെ സിമ്പിളാണ് രണ്ട് വെക്റ്റർ യുവും വിയും, അവയുടെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ സിമ്പിളാണ് ആ ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റിൽ യുവും വിയും വെക്റ്റേഴ്സ് എഴുതുക, അത് 0 എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ അർത്ഥം ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ദേ ആർ പെർപെൻഡിക്കുലർ എന്നായിരിക്കും. ഓർത്തോഗണാലിറ്റി മീൻസ് പെർപെൻഡിക്കുലാരിറ്റി, അതാണ് എൻ്റെ അർത്ഥം. ഇനി ഓർത്തോനോർമൽ വെക്ടേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഈ 0 എന്നതിന് പകരം ക്രോണക്കർ ഡെൽറ്റ എഴുതുന്ന രീതി ഉണ്ടല്ലോ, ഡെൽറ്റ IJ, അത് എഴുതുന്ന രീതിയെ നമ്മൾ ഓർത്തോനോർമാലിറ്റി എന്ന് പറയും. അതും ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓർത്തോനോർമൽ വെക്ടേഴ്സ്. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈസ് ഓർത്തോനോർമൽ ഇഫ് ഓൾ വെക്ടേഴ്സ് ഇൻ ദ സെറ്റ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ and each vector has a magnitude norm of 1. ഓരോന്നിനും norm 1 വരാം. അടുത്ത ബേസിസ്. നമ്മൾ ഇതിലേക്ക് പറയത്തില്ലേ ബേസിസ്. A set of linearly independent vectors that spans a vector space or subspace is called a basis. IJK അല്ലെങ്കിൽ E1 ഗ്യാപ്പ് E2 ഗ്യാപ്പ് E3 ഗ്യാപ്പ് എന്ന് നമ്മൾ പറയും. അതിനാണ് ബേസിസ് എന്ന് പറയുന്നത്. ഏത് വെക്ടറിനെയും നമുക്ക് ബേസിസിൽ അതിൻ്റെ കമ്പോണൻ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അൽഗോരിതം എന്താണ്? ഈ ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ്റെ അൽഗോരിതം എന്താണെന്ന് നോക്കുക. ഇത് അൽഗോരിതം. The means the basic steps involved.
ഗിവൺ എ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. ഒരു സെറ്റ് വെക്റ്റേഴ്സ് വിചാരിക്കുക, എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. V1, V2, V3 എക്സെട്ര VK വെക്റ്റേഴ്സ്. സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ചൂസ് ദി ഫസ്റ്റ് ഓർത്തോഗണൽ വെക്റ്റർ ലെറ്റ് U1 ഈസ് V1. ഒന്നാമത്തെ വെക്റ്റർ V1 നമ്മൾ U1 എന്നങ്ങ് വിചാരിക്കണം. U1 വിചാരിച്ച സ്റ്റെപ്പ് 2 എന്താണ്? കൺസ്ട്രക്ട് ദ സെക്കൻഡ് ഓർത്തോഗണൽ വെക്റ്റർ. സെക്കൻഡ് ഓർത്തോഗണൽ വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെയാണ് തുടർന്ന് കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ദ സെക്കൻഡ് ഓർത്തോഗണൽ വെക്റ്റർ. To make U2 orthogonal to U1, we subtract the component of V2 that lies in the direction of U1. This is done using the orthogonal projection formula. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്, അതിനെ നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറയും. U1നെ U2 ആയിട്ട് മാറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്യണം, കമ്പണൻറ്റ് ഓഫ് V2 സബ്ട്രാക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് താഴെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് U2 ഈസ് V2 minus projection of V2 upon U1. Projection of V2 upon U1. അതാണ്. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് V2 upon U1. അത് നമ്മൾ എഴുതുന്നിങ്ങനെ, പ്രൊജക്ഷൻ എഴുതുന്നതാണ്. ഇന്നർ പ്രോഡക്റ്റ് V2 U1 ബൈ ഇന്നർ പ്രോഡക്റ്റ് U1 U1 ഇൻറ്റു U1. അതാണ് ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഈ V2ൻ്റെ പ്രൊജക്ഷനായിട്ട് U1നുള്ള പ്രൊജക്ഷനായിട്ട് പറയുന്നത്. സോ വാട്ട് ഈസ് U2? പുട്ട് ഇൻ ദ അബോവ് സ്റ്റെപ്പ്. U2 ഈസ് ഈക്വൽ V2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് V2 U1 ബൈ U1 നോം ഓർ മോഡുലസ് സ്ക്വയർ ഇൻറ്റു U1. രണ്ട് വരെയിട്ട് തന്നെ കാണിക്കുക. U1 മോഡുലസ് ഓർ U1 നോം സ്ക്വയർ ഇൻറ്റു U1. U1 ലെങ്താണത്. ഈ സ്റ്റെപ്പ് 3 നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 3, കൺസ്ട്രക്ട് ദ തേർഡ് ഓർത്തോഗണൽ വെക്റ്റർ, ദാറ്റ് ഈസ് U3. ടു മേക്ക് U3 ഓർത്തോഗണൽ to both U1 and U2, we subtract the component of V3 that lie in the direction of U1 and U2. ഇപ്പോൾ U1 U2 ഡയറക്ഷനിലുള്ള V3 കമ്പോണൻറ്റ് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? U3 is equal to V3 minus projection of V1 minus projection of V1 upon U1 and minus projection of V3 upon U2. Then we get the relation U3 is equal to V3 minus inner product V3 U1 by U1 norm modulus square into U1 minus V3 U2 inner product by U2 square modulus square into U2 or norm square into U2. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇത് ജനറലൈസേഷനാണ്. സ്റ്റെപ്പ് കെ. ഇപ്പോൾ 1 2 3 അപ് ടു ലാസ്റ്റ് വെക്റ്റർ VK in the vector space. Step K, generalization for the kth vector, and for that for any subsequent vector VK we make UK orthogonal to all previously constructed orthogonal vectors U1, U2 etc. up to UK minus 1. UK തൊട്ടുമുള്ള UK minus 1 by subtracting the projections of VK onto each of these vectors. So we write UK is equal to VK minus sigma. അപ്പോൾ എല്ലാം നമ്മൾ നിരത്തി പിടിച്ച് എഴുതുക പ്രയാസമായതുകൊണ്ട് സമ്മേഷൻ കൊടുക്കുകയാണ്, സമ്മേഷൻ സിമ്പിൾ കൊടുക്കുകയാണ്. സോ UK is VK minus summation sigma J is equal to sigma ഇവിടെ J is equal to 1 to K minus 1 projection UJVK. ഇപ്പോൾ വേരിയബിളായിട്ട് നമ്മൾ J എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് UK is equal to VK minus sigma J is equal to 1 to K minus 1 VK comma UJ by UJ square modulus square into UJ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമ്മൾ ഓർത്തോഗണലൈസേഷനായി. ഓർത്തോഗണലൈസേഷൻ. ഇനി നോർമലൈസേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമലൈസേഷൻ ഓപ്ഷണൽ ഫോർ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോൾ ഇത് ഓർത്തോ നോർമൽ ബേസിസിലാണ് കൊടുക്കുന്നത്, നോർമലൈസേഷനാണ്.
അപ്പോൾ അതിനെ നമ്മൾ ആ ക്രോണോക്കർ ഡെൽറ്റയൊക്കെ കൊണ്ടുവരേണ്ടി വരും. ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ ഓർത്തോഗണൽ സെറ്റ് U1, U2, etc. UK, you can normalize or we can normalize each vector to obtain the orthonormal basis E1, E2, etc. EK. You know, the basis in a Euclidean space we write IJK, but in any other space, phase space, etc., where the point can be shifted, the origin point can be shifted, there we write the unit vectors U1, E1, E2, E3, etc. In that case, EJ is equal to UJ by modulus UJ for J is equal to 1, 2, etc. K. If any step UJ modulus is 0, it means the original vectors were not linearly independent. ഇപ്പോൾ 0 ആകാൻ പാടില്ല. And the process would stop or indicates a dependency. ആ വെക്റ്റേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ UJ മോഡുലസ് അത് 0 വരാൻ പാടില്ല. പത്രം ചെയ്താൽ മതി. ഇനി ഈ ഓർത്തോഗണലൈസേഷൻ, ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കീ പ്രോപ്പർട്ടീസ് ആൻഡ് അഡ്വാൻറ്റേജസ്. സ്പാനിങ് ദി സെയിം സബ്സ്പേസ്, the Gram-Schmidt process ensures that the newly generated orthogonal or orthonormal set of vectors spans the exact same subspace as the original set of vectors. അപ്പോൾ ഇങ്ങനെ ഓർത്തോഗണലൈസ് ചെയ്ത വെക്റ്റേഴ്സ് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത വെക്റ്റേഴ്സ് അതേ നമ്മൾ നേരത്തെ വിചാരിച്ച അതേ വെക്റ്റർ സബ്സ്പേസിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. Span of V1, V2, etc. VK is equal to span of U1, U2, U3, etc. അതാണ് അതിൻ്റെ മീനിങ്. ഇനി ഇതൊരു കൺസ്ട്രക്റ്റീവ് മെത്തേഡാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡയറക്റ്റ് പ്രൊസീജിയർ ടു ഫൈൻഡ് an orthonormal basis rather than just proving its existence. Simplifies കമ്പ്യൂട്ടേഷനെല്ലാം സിംപ്ലിഫൈ സഹായിക്കും. വർക്കിംഗ് വിത്ത് orthogonal or orthonormal bases simplifies many calculations in linear algebra such as finding coordinates, projections and solving linear systems. അപ്പോൾ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യാനും പിന്നെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ പ്രൊജക്ഷൻ ഡിറ്റർമിൻ ചെയ്യാനും ഈ ഓർത്തോഗണലൈസേഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതിനടുത്ത് QR decomposition. The Gram-Schmidt process is closely related to QR decomposition. എന്താണ് QR decomposition? QR decomposition matrix. When a matrix where a matrix A is factored into an orthogonal matrix Q and an upper triangular matrix R. അതായത് ഒരു മെട്രിക്സിനെ ഇപ്പോൾ QR decomposition എന്ന് പറഞ്ഞാൽ ഈ ഗ്രാം-ഷ്മിറ്റ് പ്രോസസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു വെക്ടർ എ രണ്ട് ഫാക്ടറായിട്ട് ഭാഗിക്കാം. ഒന്ന് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് Q ആയിട്ടും രണ്ടാമത്തെ പാർട്ട് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആറായിട്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ ഉണ്ടെങ്കിൽ ഒരു മെട്രിക്സിനെ രണ്ട് കമ്പോണൻ്റായിട്ട് ഭാഗിക്കാം, ഡീകമ്പോസ് ചെയ്യാം. ഒരു പാർട്ടിന് നമ്മൾ Q എന്ന് പറയും, അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയും. അതാണ് QR ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, ഏതെല്ലാം മേഖലകളിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ദ ഗ്രാം-ഷ്മിറ്റ് പ്രോസസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ്. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോഴും പഠിക്കുന്നില്ലേ, ക്ലാസിക്കൽ മെക്കാനിക്സ്, ലീനിയർ ആൾജിബ്ര, ക്വാണ്ടം മെക്കാനിക്സ്, അങ്ങനെ കുറേ പ്രോസസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. എല്ലായിടത്തും കോമൺ ആയിട്ടാണ് പറയുന്നത്, ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്പർ 1, ലീനിയർ ആൾജിബ്ര, കൺസ്ട്രക്റ്റിംഗ് ഓർത്തോനോർമൽ ബേസസ്, സോൾവിങ് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലംസ് ആൻഡ് QR ഡീകമ്പോസിഷൻ. അപ്പോൾ ഈ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലമൊക്കെ നമ്മൾ നേരത്തെ പലയിടത്തും ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂമറിക്കൽ അനാലിസിസ്, അൽഗോരിതംസ് ഫോർ സോൾവിങ് ലീനിയർ സിസ്റ്റംസ് ആൻഡ് ഐഗൻ വാല്യൂ പ്രോബ്ലംസ്, സിഗ്നൽ പ്രോസസ്സിംഗ്, filtering, noise reduction and channel
എസ്റ്റിമേഷൻ. എക്സാമ്പിൾ, ക്രിയേറ്റിംഗ് ഓർത്തോഗണൽ സിഗ്നൽസ് ടു റെഡ്യൂസ് ഇൻ്റർഫറൻസ്. നമ്മൾ സിഗ്നൽ ഓർത്തോഗണലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് കുറയും. അത്തരം പ്രോസസ്സിൽ ഈ ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ നമ്മൾ സ്വീകരിക്കും. ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡൈമെൻഷണൽ റിഡക്ഷൻ. എക്സാമ്പിൾ, പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസ് PCA, ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് റെഗുലറൈസേഷൻ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്കിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ്, സ്ഥിരം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ്. കൺസ്ട്രക്റ്റിംഗ് ഓർത്തോനോർമൽ basis for Hilbert spaces to describe quantum states. Computer graphics, another field ആണ്. Creating orthogonal frames for transformations and projections. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഈ 20 ചോദിക്കുക. The important questions from this topic is, the very first question is what is Schmidt orthogonalization? Explain Schmidt orthogonalization. Question number 2, give the algorithm of Schmidt orthogonalization. Number 3, what are the applications of Schmidt orthogonalization? Number 4, mention the applications of Schmidt orthogonalization. ഇവിടെ ആ ഷ്മിറ്റിൻ്റെ മുമ്പിൽ രസമുണ്ടത് വേണ്ട. Mention the applications of Schmidt orthogonalization. That is all with your 30th class. We continue.